പരിപാടി എന്താണ്? ഞാൻ പൈസ തരാൻ വന്നപ്പോ താൻ മനഃപൂർവ്വം തരാതെ പോവുകയാണ്. ഞാനതെന്തോ ഞാനെന്തെങ്കിലും പറഞ്ഞു എന്നോട്? ചേട്ടാ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുമ്പോ ഇങ്ങനെയാണ്. തനിക്കെന്താ കുഴപ്പം? എന്തുവാ? സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ്. ആമസോണ് സാധനം തരാതെ പോവുകയാണ്. ഞാൻ പൈസ എടുത്തോണ്ട് വന്നതാണ്, തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ്. ശബ്ദം കൂടിയെന്നും പറഞ്ഞോണ്ട് അതൊരു റീസൺ ആണോ? ആ എന്റെ രീതി ഇങ്ങനെയാണ്. പൈസ തന്നിട്ടേ പൊട്ടിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു. ഞാൻ പൈസ തരും, ബാക്കി തരാനാ പറഞ്ഞത്. എത്രയാ പൈസ? ഇത്ര ഞാൻ അലക്കി. ഞാൻ ഈ വീഡിയോ ഞാൻ ഏതായാലും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യും. കാരണം താൻ കാണിച്ചത് ശരിയല്ല. താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല. പൈസ തരാ അത് ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം. പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞോണ്ട് ഇവൻ ഇറങ്ങി പോകുന്ന സാധനം തരുന്നില്ല എന്ന് പറഞ്ഞോണ്ട് അതെന്ത് മര്യാദയാ? ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ആരുമില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ എടോ ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ച് നോക്കണം. അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചാണോന്ന്. ഓക്കെ, താൻ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂ എന്ന്. ഇയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വെല്ലന്റെ പണ്ടൊക്കെ തീർക്കേണ്ട കാര്യമില്ല. സാധനം തന്നിട്ട് എടോ ഇയാൾ പറഞ്ഞത് നിങ്ങളുടെ രീതിയായിരിക്കും. അതെനിക്ക് മനസ്സിലായി. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പൈസ തരാം. ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ തരത്തില്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ പൈസ തന്ന് ബാക്കി തരാൻ ഞാൻ പറഞ്ഞു. എന്താ സമ്മതിക്കാതിരിക്കാ? നീ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വന്ന് എന്നോട് പോക്കത്തരം കാണിക്കേണ്ട കാര്യമില്ല. എനിക്ക് സാധനം വേണം താനും. നീ പറഞ്ഞ പൈസ തരാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ എന്താ ഗുണ്ടായിസം കാണിക്കാണ് ഇവിടെ വന്ന്? അല്ല നീ എന്താ ഗുണ്ടായിസം കാണിക്കാനാണോ ഉദ്ദേശം നിന്റെ? എന്നാ നീ തന്നെ പൊട്ടിച്ച് കാണിക്ക്. പിന്നെ നീ ഇത്രയും ഷോ കാണിക്കുമ്പോ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നേ? അതല്ല നീ ഇത്രയും ഷോ കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഈ വീട്ടിൽ വന്ന് നിന്നിട്ട് കാരണം ഈ ഇത്രയും സ്ഥലത്ത് നിന്നിട്ട് നീ ഈ പോക്കത്തരം കാണിക്കണ്ട. ഞാൻ പൈസ തരാതെ ഞാൻ എങ്ങോട്ട് ഓടാനാടാ? ചേട്ടാ എനിക്കത് മനസ്സിലായി. ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യണം. നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അത് പ്രൂവ് ചെയ്യുന്നേ? എനിക്ക് സൗണ്ട് കുറക്കേണ്ട കാര്യമില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി. ഞാൻ വരാത്തല്ലോ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി. എനിക്ക് സാധനം വേണ്ടിട്ടാ ഞാൻ വിളിച്ചപ്പോ ഇറങ്ങി വന്നേ. സാധനം താദ്യം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നീ ഇത്ര സംസാരിച്ച എനിക്കത് പൊട്ടിച്ച് നോക്കി കൺഫേം ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ. എന്നാ നീ കൊണ്ടു. നീ ഇത്രയും പട്ടിഷോ കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം. വേണ്ട. ഞാനിത് കംപ്ലൈന്റ് ചെയ്തോളാം. എന്റെ വീട്ടിൽ കയറി ഒന്ന് ഗുണ്ടായിസം കാണിച്ചിട്ട് എന്റെ അടുത്ത് പോക്കരത്തരം കാണിക്കേണ്ട കാര്യമില്ല. നീ കൊണ്ടു. ഇവിടെ ഞാൻ കിട്ടാത്ത മുതലൊന്നും അല്ലല്ലോ. എന്ത് തോന്നി വീഡിയോ കണ്ടപ്പോൾ? ഒരു 3 മിനിറ്റ് നിങ്ങൾ കണ്ടല്ലോ. എന്താ പറയുക, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് ചേച്ചിൻ്റെ ഭാഗത്ത് തെറ്റ് തോന്നണില്ല. ചേച്ചി പറഞ്ഞത് നല്ല കാര്യമാണ്. പക്ഷേ ചേച്ചി പറയേണ്ട രീതി വേറെ ആയിരുന്നു. നല്ല മയത്ത് പറയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ആ ഡെലിവറി ബോയ്സ് അവർ ശരിക്കും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ സാധനം കൊടുന്ന് തരുന്നല്ലേ. പക്ഷേ വേറൊരു സംഭവമുണ്ട്. നമ്മളെ കയ്യിൽ എന്ത് സാധനം കിട്ടിയത് തുറന്ന് നോക്കി കൺഫേം ചെയ്യാനുള്ളൊരു അവകാശം അത് കമ്പനികൾ നൽകണം. അത് മുമ്പുമില്ല ഒന്നുമില്ല. അതാ പറഞ്ഞത്. അത് കമ്പനി അത് അങ്ങനത്തെ ഒരു നിയമം ഉണ്ടാക്കണത്. സാധനം കേടാണെങ്കിലോ പിന്നെ കുറച്ച് ദിവസം അതിൻ്റെ പിറകിൽ നടക്കണ്ടേ? അതാ പറഞ്ഞത്. ഈ ഓൺലൈനായിട്ട് വാങ്ങുന്ന ഏത് സാധനം അങ്ങനെ തന്നെ നമ്മൾ പൊളിച്ചു നോക്കാൻ പറ്റില്ല. ഡെലിവറി ബോയ്സ് സാധനം ഇതാക്കിയെന്ന് അവർ പോവും. അതാ പറയുന്നത്. അപ്പം എന്താ പറയുക, ചേച്ചി പറഞ്ഞ് കുറേ ആൾക്കാർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ മൊബൈൽ വാങ്ങുമ്പോൾ വലിയ വലിയ ഇലക്ട്രിക് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് പൊളിച്ചാൽ നമ്മൾ സാധനം എടുത്തോളണം. അതാ പറയുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റണം. അത് മാറ്റിയിട്ട് ശരിക്ക് എന്ത് നിയമമാണ് ഇതൊക്കെ? നമ്മൾ പൊളിച്ചാൽ നമ്മൾ സാധനം എടുക്കണം. എനിക്ക് പണ്ടേ തോന്നിയ കാര്യങ്ങളാണ് ഇതൊക്കെ. മൊബൈൽ പൊളിച്ചാൽ നമ്മൾ എടുക്കണം, പെട്ടി പൊളിച്ചാൽ നമ്മൾ എടുക്കണം. കസ്റ്റമേഴ്സിൻ്റെ ശരിക്കും ആ ഒരു നിയമം തന്നെ മാറ്റി എഴുതണം. സാധനം കംപ്ലൈൻ്റ് ആണെങ്കിലോ കംപ്ലൈൻറ്റ് നമ്മളെന്താ ചെയ്യുക? ഇപ്പോൾ ഒരു മൈക്ക വാങ്ങുമ്പോൾ നമ്മളത് പൊട്ടിച്ച് നമ്മൾ എടുക്കണം. അതാണ് ഞാൻ പറയണത്. അപ്പോൾ കസ്റ്റമേഴ്സിനൊരു ഇതുമില്ലേ, ഒരു അവകാശമില്ലേ?
ആ ഡെലിവറി ബോയ്സ് സംഭവം എന്താ വെച്ചാൽ അവരെ കൂടുതൽ പറയാനും പറ്റില്ല. അവർ കമ്പനീൻ്റെ നിയമപ്രകാരമല്ല അവർ സാധനം കൊടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഒരുപാട് മാറണം, മാറ്റി എഴുതണം, മാറ്റി എഴുതിപ്പിക്കണം.